ഫ്ലോയില് വന്നേന്. പറഞ്ഞോട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു നീ പറഞ്ഞു. ഞാൻ പറ. ക്യാമറ റോളിംഗ് വന്നപ്പോഴാണ്. ഓക്കെ. എൻ്റെ പേര് അഫ്ല്. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു 11 months ആയിട്ട് ആരെങ്കിലും വർക്ക്. ഞാൻ ഫൈസ്. ഞാൻ കൊല്ലത്തു നിന്നാണ്. ഞാനൊരു 9 months ആയി ക്യാറിയിൽ. ഞാൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് നാസിഷ്. ഞാൻ തലശ്ശേരി നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു 11 months ആയി ആറേല് കോപ്പി റൈറ്ററായിട്ട് വർക്ക് ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ചാണ്. അതെ, ഞാൻ അതിന് ശേഷം ഏകദേശം ഒരു വീക്ക് കഴിഞ്ഞിട്ട് ആവുന്നത്. അതിനേശം ഒരു മന്ത് കഴിഞ്ഞിട്ടോ. അല്ല, ഫസ്റ്റ് ഞാനാണ്. ഓക്കെ, അവനാ വന്ന്. ഞാൻ ആരെയിലെത്തിയെന്ന് വെച്ചാൽ ബ്രാൻഡിങ്ങും പിന്നെ മറ്റേ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ഫുള്ളായിട്ടൊന്ന് സെറ്റായി എന്താണെന്നൊന്ന് അറിയാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത്. സോ ഞാൻ ഒരുപാട് ക്യാമ്പയിൻസിൽ വർക്ക് ചെയ്ത്, ഒരുപാട് ബ്രാൻഡിങ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്ത്, ക്യാമ്പയിൻസിനും മുമ്പുള്ള പിച്ച് ഡേയ്സും നമ്മളതിന് മുമ്പ് രാത്രി ഇരുന്ന് സെറ്റാക്കുന്നതെല്ലാം അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ യാറിനെ പറ്റി അറിയുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം ഒരു ജൂലൈ ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണല്ലേ. അപ്പോൾ ഞാനൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ കോണ്ടൻറ് റൈറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പ് കോപ്പി റൈറ്റിംഗ് സെഷനായിരുന്നു. ദിനേശ് സാറിൻ്റെ ഒരു കോപ്പി റൈറ്റിംഗ് സെഷനായിരുന്നു. യപ്പ് എന്ന് പറഞ്ഞാൽ യാറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കണ്ടക്ട് ചെയ്തൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിലാണ് ഞാൻ കോപ്പി റൈറ്റിംഗ് എന്നുള്ളൊരു ടേം എന്താണെന്നുള്ള ശരിക്കൊരു ഐഡിയ കിട്ടിയത്. ഞാൻ മുമ്പേ കേൾക്കലുണ്ട് കോപ്പി റൈറ്റിംഗ്, കോണ്ടൻറ് റൈറ്റിംഗ്, പക്ഷേ ഇത് തമ്മിലുള്ള ഡിഫറൻസോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ വർക്ക്ഷോപ്പ് എനിക്ക് ഹെൽപ്ഫുള്ളായി. അങ്ങനെ പിന്നെ കുറച്ച് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മുമ്പുള്ള ഏജൻസിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ യാറിനെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ യാറിൽ ഇൻറ്റേൺ ആയിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് 3 months ഇൻറ്റേണായി ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പ് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യാറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യാറൊക്കെ എനിക്ക് കിട്ടിയ ഫ്രീഡം ഉണ്ട്. ഐ മീൻ ആരും ഇവിടെ പുഷ് ചെയ്യൂല. നല്ല കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും വെൽക്കം ചെയ്യും. നമുക്കെല്ലാ ഫ്രീഡവും ഉണ്ട്. ശേഷം 3 മാസം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. യാറയിൽ ഒരു ഫുൾ ടൈം ജോബ് സെക്യൂറായി. ഇപ്പോൾ ഹാപ്പിയാണ്. യാറയിൽ ഇപ്പം ഓൾറെഡി 1 year ആവാറായി ഏകദേശം. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ എപ്പിന്ന് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നജീബ് കാട ആണെങ്കിലും ലതീഷ് ലക്ഷ്മണൻ്റെ ആണെങ്കിലും നമുക്ക് ഡിസൈനിൻ്റെയും ഇപ്പോൾ കോപ്പി റൈറ്റിങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും വർക്ക്ഷോപ്സ് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ്. നമുക്ക് ഒരുപാട് കാലം ഒഗിൽവി പോലത്തെ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതെ, എൻ്റെ ആറയിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത ലോഗോ ഫസ്റ്റ് അപ്രൂവ് ആവുന്നത് തന്നെ 3 months അങ്ങനെ കഴിഞ്ഞതാണ്. ആൻഡ് ലോഗോ ചെയ്തു, ക്ലൈൻറ്റിനെ അയച്ചു, പ്രസൻറ്റേഷൻ അയച്ചു. ആൻഡ് പെട്ടെന്ന് ഒരു ദിവസം മറിയും ഗ്രൂപ്പിലിരുന്നു, ലോഗോ അപ്രൂവ്. അപ്പം എൻ്റെ ഉള്ളൊരു സന്തോഷം വന്നു. ആൻഡ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് വെറുതെ പുറത്ത് പോകുമ്പോൾ ആ ലോഗോ ഒരു സൈനേജിൽ കണ്ടു. അപ്പോഴാണ് ആക്ച്വലി എനിക്ക് ചെയ്യുന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം വന്നു. പിന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ സ്കെയിലും കൂടാൻ തുടങ്ങി. പിന്നെ യാസിർ ഖാനെ പറ്റി പറയുകയാണെങ്കിൽ യാസിർ ഖാൻ മോർ ദാൻ എ ബിസിനസ് മാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അഡ്വർടൈസിങ് ബ്രാൻഡിങ്ങിലൊക്കെ. പിന്നെ നമ്മളോടുള്ള അപ്രോച്ച് യാസിർ ഖാൻ അപ്പോൾ എപ്പോഴും സപ്പോർട്ടീവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് മൊമെന്റ് വരികയാണെങ്കിൽ യാസിറിനോട് സംസാരിച്ചാൽ അത് ഓക്കെ ആവും. പുതിയ കാര്യങ്ങളായിരിക്കും എല്ലാ ദിവസവും മീറ്റിങ്ങിൽ അറിയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ശ്രുതിയേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ശ്രുതിയേട്ടൻ കുറേ ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും, ക്യാമ്പയിൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും, കുറേ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് പറഞ്ഞുതരും. ശ്രുതിയേട്ടൻ ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ ശ്രുതിയേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത് എന്തിലാണെങ്കിലും നമ്മൾ അതിന് എന്തോ ഒഴിവാക്കണം എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ അതിലേറ്റവും എന്ത് വേണ്ടാന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മളെ മെച്യൂരിറ്റി. പിന്നെ ശ്രുതിയേട്ടൻ്റെ എനിക്ക് പറയാനുള്ളത്, ശ്രുതിയേട്ടൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ആർട്ട് ഡയറക്ടർ എന്നാണ്. പക്ഷേ ഞാൻ ശ്രുതിയേട്ടനെ കാണുന്നത് ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടാണ്. കാരണം മൂപ്പർക്കുള്ള നോളജ്, ഇൻഡസ്ട്രിയിലുള്ള നോളജും പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കുറേ കാര്യങ്ങൾ. ശ്രുതിയേട്ടൻ ഭയങ്കര ഒബ്സർവിങ് ആണ്. ശ്രുതിയേട്ടൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ മൂപ്പരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വരുന്നതായിരിക്കും. നമുക്ക് ശ്രുതിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും വർക്ക് ഒന്ന് അതിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് ചാടിക്കാനൊക്കെ പോകും. അങ്ങനെ ശ്രുതിയേട്ടനായിട്ട് സംസാരിച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ വർക്ക് ചെയ്യുന്ന റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. മറിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഹോൾ സിസ്റ്റം മാനേജ് ചെയ്യാൻ മറിയത്തിന് ഭയങ്കര ഒരു പ്രത്യേക കഴിവുണ്ട്. പിന്നെ നമുക്ക് മറിയായിട്ട് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്.
ക്ലൈൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചേഞ്ചോ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് വരുമ്പോൾ അറിയാം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. ക്ലൈൻറ്റ് എടുക്കുന്ന പ്രഷർ അവിടെ ഹോൾഡ് ചെയ്ത് നമ്മുടെ ആ ക്രിയേറ്റീവ് ഫ്രീഡം തരാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വർക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അത് മറികടന്ന് നമ്മളെ വിളിച്ച് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ആക്കി നമുക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞു തരും. കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി തരും നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ കൂടെ ഉള്ളവരാണെങ്കിൽ കൊളീഗ്സ് ഒക്കെ എല്ലാവരും സെയിം വൈബാണ്, എല്ലാവരും ഫണ്ണാണ്. അത് നമുക്ക് ഇത്ര രാവിലെ 9 to 5 ഇന്ന സമയം ലാപ്പിന് മുമ്പിൽ ഇരുന്ന് കുത്തിരുന്ന് വർക്ക് ചെയ്യണം അങ്ങനെ ഒരു കൾച്ചറല്ല യാറുണ്ട്. എല്ലാവരും ഫ്രീ ആണ്. ആണെങ്കിൽ തന്നെയും ആ 9 to 5 ആ വർക്ക് ചെയ്യുന്ന ടൈം പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതെ. പിന്നെ ആരെ പറ്റി പറയാനെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ സമയം ഇത് പറഞ്ഞു വീഡിയോ 4 മിനിറ്റിൽ ഒതുക്കണം എന്ന്. കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി, കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. ബൈ ബൈ. Cut, line cut.